ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ആ ക്ലാസ്സുകളെല്ലാം നമ്മൾ റിവിഷൻ സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. പിന്നെ ഇതിൻ്റെയൊക്കെ PDF നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പലരും ആവശ്യപ്പെടുന്നു. ഇതിൽ കുറച്ച് ക്വസ്റ്റിനെ ഉള്ളെങ്കിലും അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടെലിഗ്രാമിൽ ഞാൻ PDF അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഇങ്ങനെ ഓർത്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണകരമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരാളുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്സ് തന്നിട്ട് അത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് പലർക്കും ഡൗട്ട് വരും. പലർക്കും ആ ഭാഗം ചിലപ്പോൾ ഡൗട്ട് വരും. അത് നെഹ്റു ആണോ, അതോ ദാദാഭായ് നവറോജി ആണോ, ഇനി ഗാന്ധിജി ആവുമോ? അങ്ങനെ പല ഡൗട്ടും അവിടെ വരും. അങ്ങനെ പലർക്കും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് അവിടെ ഡൗട്ട് വരികയാണെങ്കിൽ വേഗം അടുത്ത പോയിന്റിലേക്ക് പോവുക. ഡൗട്ട് ഉള്ളത് വെച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഡൗട്ടോട് കൂടി ആൻസർ ചെയ്താൽ ആൻസർ ഒരുപക്ഷെ തെറ്റിപ്പോകാനും സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്തത് അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ്. ഈ PSC പഠിക്കാൻ തുടങ്ങിയ ഭൂരിഭാഗം ആളുകൾക്കും ഇന്ത്യൻ നവോത്ഥാനം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ആൻസർ കിട്ടും. ആരാണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ? ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായിരുന്നു തുഹ്ഫത്തുൽ മുവാഹിദീൻ. അതും ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം പലതും കേട്ടിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ അല്ലേ, സൈനുദ്ദീൻ്റെയാണ്. ഓക്കെ, അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്? തുഹ്ഫത്തുൽ മുവാഹിദീൻ, ഫതഹുൽ മുബീൻ. ഇതൊക്കെ ഡൗട്ട് വരും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഇതിൽ ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ തന്നെ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനായിരുന്നു. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 ഓഗസ്റ്റ് 20 1828 ഓഗസ്റ്റ് 20 സ്ഥാപിച്ചത്. എന്നാൽ 1830 എന്തുണ്ടായി? 1830 പലതും ഉണ്ടായി അല്ലേ. അതല്ല, 1830 എന്താ ഉണ്ടായത്? ബ്രഹ്മസഭ എന്നതിൻ്റെ പേര് മാറ്റി ബ്രഹ്മസമാജമായത്. ഇതിൻ്റെ പേര് ആദ്യം ബ്രഹ്മസഭ എന്നായിരുന്നു. പിന്നെ അത് മാറിയിട്ട് എന്തായി? ബ്രഹ്മസമാജം എന്നായി മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതെപ്പോഴാണ് ബ്രഹ്മസമാജമായി മാറിയത്? 1830. ഓക്കെ, 1830 ബ്രഹ്മസഭ ബ്രഹ്മസമാജമായിട്ട് മാറിയത്. അപ്പോൾ ബ്രഹ്മസമാജ രൂപം കൊണ്ട വർഷം എപ്പോഴാണെന്ന് വെച്ചാൽ 1828 കേട്ടോ. അപ്പോൾ ഡൗട്ടില്ലാണ്ട് പഠിക്കാലോ. 1828 ഓഗസ്റ്റ് 20. നമ്മൾ വർഷങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങൾ ഇന്ന് സെറ്റ് ആക്കിയിട്ട് തന്നെ പോകും. ഓക്കെ, ഇനി ഇദ്ദേഹം എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും. പിന്നെ ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസാണ് എന്ത് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ് അല്ലേ. മഹാത്മാഗാന്ധിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മിസ്സിങ് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റിനേക്കാൾ ഉപരി ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോയിന്റ്സിലാവും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ അങ്ങനെ പറയുന്നു വെച്ചാൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സാറേ ഒരു കാര്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നു. അപ്പോൾ
അവർക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ വേറെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇതിന് പോസിറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഒരുപാട് ആൾ പറഞ്ഞതുകൊണ്ട് എനിക്കും ഇങ്ങനെ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ നിങ്ങൾക്കത് പ്രശ്നം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താട്ടോ. നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കളിക്കുന്നില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു തന്ന് അങ്ങനെ പോകണമെങ്കിൽ പോവാം. ഇതാവുമ്പോൾ എന്താ അറിയോ, ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എത്തി, പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, അങ്ങനെ പഠിച്ച് നമുക്ക് ഒരുപാട് പോയിന്റ്സ് കേട്ടിട്ട് പോലും ഇല്ലാത്ത ചിലപ്പോൾ കുറേ പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ അത് ഉപകരിക്കും എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയണം കേട്ടോ. പറയാൻ ഒരിക്കലും മടിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അതും പറയാൻ മടിക്കരുത് കേട്ടോ. കാരണം എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുക എന്ന് അറിയില്ല. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കണം എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഉപകരിക്കും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമോ, ആരും പറയായിട്ടാണോ എന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ഒരാൾക്ക് മാത്രമാണ് തോന്നിയിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ ഇതിന് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഇങ്ങനെ ചെയ്യുന്നത് നന്നായി, ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉപകരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിരുന്നു. പക്ഷേ ഒരാൾ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ബാക്കിയുള്ളവർ പറയാൻ മടിച്ചിട്ടാണെങ്കിലോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ തീർച്ചയായും എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ. തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്നൊരാൾ വിശേഷിപ്പിക്കണ്ടേ, ആരാണ്? അത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചും എന്തെങ്കിലും വിശേഷിപ്പിക്കണ്ടേ? എന്താണ്? രാഷ്ട്രപിതാവ് എന്നല്ലേ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ മതപുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് ആരെ, രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. പിന്നെ ആത്മീയ സഭ കിട്ടി 1815. പിന്നെ 1800 ഈ വർഷങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് തരണം എൻ്റെ ഒപ്പം. 1815, 1817, 1825, 1830. ഇത്രയാണ് പ്രധാനമായിട്ടും അദ്ദേഹം സ്ഥാപിച്ച കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? 1815, 1817, 1825, 1830. 1815 ആത്മീയ സഭ, 1817 കൊൽക്കത്തയിലെ ഹിന്ദു കോളേജ്, 1825 വേദാന്ത കോളേജ്, പിന്നെ 1830 ആദ്യത്തെ മിഷനറി സ്കൂളും സ്ഥാപിച്ചത്. ഈ വർഷങ്ങളൊക്കെ സെറ്റല്ലേ. പിന്നെ അദ്ദേഹം ജനിച്ച വർഷവും നമ്മൾ പഠിച്ചു, 1772. എപ്പോഴാണ്? 1772 മെയ് 22 അല്ലേ? മെയ് 22. മെയ് 22 അദ്ദേഹം ജനിച്ചത് കേട്ടോ. അദ്ദേഹം ജനിച്ചത് 1772. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലല്ലേ, പശ്ചിമ ബംഗാളിലാണ് ജനിച്ചത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. അപ്പോൾ ഇത്ര വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ പഠിക്കാണ്ട് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം എപ്പോഴും ചോദിക്കാണ്ട്, അത് വെറുതെ കേട്ടുവിടേണ്ട, ബംഗാളി ഭാഷ ഓക്കെ അത്ര കേട്ടുവിടേണ്ട, ബംഗാളി ഭാഷയിൽ എന്ന് തന്നെ പഠിച്ചിരിക്കണം. അദ്ദേഹം ബംഗാളി ഭാഷയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, സംവാദ് കൗമുദി എന്ന പത്രം അദ്ദേഹം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബംഗാളി ഭാഷയിലാണ്. അപ്പോൾ ബംഗാളി ഭാഷയിൽ അദ്ദേഹം ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി. ഓക്കെ. സംവാദ് കൗമുദി എന്ന പത്രം അദ്ദേഹം സ്ഥാപിച്ചത് 1821. 1821. അപ്പോൾ ഒരു വർഷം കൂടി കിട്ടിയില്ലേ. 1821 സംവാദ് കൗമുദി എന്ന പത്രം അദ്ദേഹം സ്ഥാപിച്ചത്. പിന്നെയും വേറൊന്ന് പഠിക്കാണ്ടല്ലോ. സംവാദ് കൗമുദി അല്ലാണ്ട് മിറാത്തുൽ അക്ബർ അല്ലേ, മിറാത്ത് ഉൽ മിറാത്തുൽ അക്ബർ എപ്പോഴാണ് സ്ഥാപിച്ചത്? 1822. 1822. അപ്പോൾ ഏതൊക്കെ വർഷങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു? 1821 സംവാദ് കൗമുദി. എപ്പോഴും ചോദിക്കാറുണ്ട്, സംവാദ് കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. 1821 സംവാദ് കൗമുദി പത്രം സ്ഥാപിച്ചത്. പിന്നെ എന്താ? മിറാത്തുൽ അക്ബർ അല്ലേ, പേർഷ്യൻ ഭാഷയിലാണ്. അത് പ്രത്യേകം അറിഞ്ഞു നോക്കണം. പേർഷ്യൻ. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരും, പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പത്രം ഏതാണ്? അത് മിറാത്ത് ഉൽ അക്ബർ ആണ്. മിറാത്തുൽ അക്ബർ 1822. അപ്പോൾ 1821 ഏതാണ്? സംവാദ് കൗമുദി. 1822 മിറാത്ത് ഉൽ അക്ബർ. ഇപ്പോൾ ഏതൊക്കെ വർഷങ്ങൾ പഠിച്ചു?
ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരു 4-5 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ വർഷങ്ങൾ സെറ്റാവും. പിന്നെ നമുക്ക് പേടിക്കാമല്ലോ. 1772 ജനിച്ചത്. 1772 ജനിച്ചത്. പിന്നെ 1715 എന്തുണ്ടായി? 1715 ഇനിയും നമുക്ക് വർഷങ്ങൾ പഠിക്കാണ്ട്. 1805 ഉണ്ട്, 1820 ഉണ്ട്, പിന്നെയും ഒരു 1815 കൂടി ഉണ്ട്. നമുക്ക് കൃതികൾ പഠിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 1815 ആത്മീയ സഭ. ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 1815 ആത്മീയ സഭ. 1817 എന്താണ്? 17 എന്താ? ഹിന്ദു കോളേജിലെ കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് 1817 പിന്നെ 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് അല്ലേ? വേദാന്ത കോളേജ്. പിന്നെ 1830 നമ്മൾ പഠിച്ചു. 1830 എന്താണ്? ഇതൊക്കെ പ്രധാനമായിട്ട് സ്ഥാപിച്ച സംഘടനകളും സംഭവങ്ങളൊക്കെയാണ്. 1830 എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ മിഷനറി സ്കൂൾ സ്ഥാപിച്ചത് 1830. ഇനി നമ്മൾ 2 പത്രങ്ങൾ പഠിച്ചല്ലോ. ഏതൊക്കെ വർഷങ്ങൾ? സംവാദ കൗമുദി. ഏത് ഭാഷയിലാണെന്നും ഏത് വർഷമാണെന്നും നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ബംഗാളി ഭാഷയിൽ ഏതാ? സംവാദ കൗമുദിയാണ്. 1821 1821 സംവാദ കൗമുദി. 1822 അടുത്ത വർഷം 1822 ഏത്? 1822 മിറാത്ത് ഉൽ അക്ബർ. പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മിറാത്ത് ഉൽ അക്ബർ ആണ്. മിറാത്തുൽ അക്ബർ. അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. 1821 1822 1821 1822 അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. ഇത്ര വർഷങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചു അല്ലേ? ഏതാണ്? തുഹഫത്തുൽ മുവാഹിദീൻ അല്ലേ? തുഹഫത്തുൽ മുവാഹിദീൻ. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. തുഹഫത്തുൽ തുഹഫത്തുൽ മുവാഹിദീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ചിലപ്പോൾ ചോദിച്ചാലോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അല്ലേ? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. വർഷം പഠിച്ചു വെച്ചോ. 1805 1805 തുഹഫത്തുൽ മുവാഹിദീൻ എന്ന കൃതി അദ്ദേഹം രചിച്ചത്. അപ്പോൾ 1805 ഏതാണ്? തുഹഫത്തുൽ മുവാഹിദീൻ. ഏതാണ്? ഏകദൈവ വിശ്വാസികൾക്ക്. അവൻ ഓർത്ത് വെക്കണേ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന അർത്ഥം വരുന്ന ഏതാണ്? തുഹഫത്തുൽ മുവാഹിദീൻ. തുഹഫത്തുൽ മുവാഹിദീൻ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. തുഹഫത്തുൽ മുജാഹിദീൻ ആരാണ്? തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണ്? സൈനുദ്ദീൻ അല്ലേ? സൈനുദ്ദീനാണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത്. പിന്നെ നമുക്ക് പഠിക്കാണ്ടല്ലോ ഫത്തഹുൽ മുബീൻ. കേട്ടിട്ടില്ലേ? ഫത്തഹുൽ മുബീൻ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ രചിച്ച അറബി കാവ്യം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഫത്തഹുൽ മുബീനാണ്. എന്താ അതിൻ്റെ പേര്? വ്യക്തമായ വിജയം എന്നാണ് അർത്ഥം അല്ലേ? വ്യക്തമായ വിജയം. ഫത്തഹുൽ മുബീൻ കാസി മുഹമ്മദ് രചിച്ചതല്ലേ? കാസി മുഹമ്മദ് രചിച്ചത്. അപ്പോൾ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, ഈ ചാലിയം കോട്ട എന്താണ് അറിയപ്പെടുന്നത്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചാലിയം കോട്ടയാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ എപ്പോഴും ചോദിക്കാറുണ്ട് കുഞ്ഞാലി മരക്കാറല്ലേ? മരക്കാർമാരാണ്. ഏതാണ്? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചാലിയം കോട്ടയാണ് എന്താണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയം കോട്ടയാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ രചിച്ച അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീൻ. എന്താണ്? വ്യക്തമായ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യക്തമായ വിജയം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വർഷങ്ങൾ പഠിച്ചു? 1805 ഏതോ കൃതി രചിച്ചിട്ടുണ്ട്. ഏതാണ്? തുഹഫത്തുൽ മുവാഹിദീൻ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. തുഹഫത്തുൽ മുവാഹിദീൻ. തുഹഫത്തുൽ മുവാഹിദീൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീസസിൻ്റെ കൽപ്പനകൾ. ജീസസിൻ്റെ കൽപ്പനകൾ. ജീസസിൻ്റെ കൽപ്പനകൾ ആരുടെ കൃതിയാണെന്ന് ചോദിക്കും. അതും ആരുടെയാണ്? അത് രാജാറാം മോഹൻ റോയുടെയാണ്. വർഷം ചോദിക്കുക. 1820 കേട്ടോ. 1820 ജീസസിൻ്റെ കൽപ്പനകൾ രചിച്ചത്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, വേദാന്ത ഗ്രന്ഥം. വേദാന്ത ഗ്രന്ഥം. വേദാന്ത ഗ്രന്ഥം സ്ഥാപിച്ചത് എപ്പോഴാണ്? വേദാന്ത ഗ്രന്ഥം രചിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1815. 1815. ഇനി 3 കൃതികളുടെ വർഷം മാത്രം പറഞ്ഞുതരാം. 1805 തുഹഫത്തുൽ മുവാഹിദീൻ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. 1815 വേദാന്ത ഗ്രന്ഥം. 1815 വേദാന്ത ഗ്രന്ഥം. 1820
ഇത് ജീസസിൻ്റെ കൽപ്പനകൾ. ഈ 3 കൃതികളാണ് നിങ്ങൾ പ്രശസ്തമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? 1705 ഏതാണ്? തുഹഫത്തുൽ മുവാഹിദീൻ. തുഹഫത്തുൽ മുവാഹിദീൻ എപ്പോഴാണ്? 1705 പിന്നെ 1715 വേദാന്ത ഗ്രന്ഥം. ഏതാണ്? വേദാന്ത ഗ്രന്ഥം. 1715 വേദാന്ത ഗ്രന്ഥമാണ്. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1725 1725 വേദാന്ത ഗ്രന്ഥം 1715 ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു കേട്ടോ. 1705 ഏതാണ്? 1705 തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഇനി മറക്കൂലല്ലോ, തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന് കണ്ട ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ് സൈനുദ്ദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. നിങ്ങൾ മുവാഹിദീൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. രാജാറാം മോഹൻ റോയ് തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം 1715 വേദാന്ത ഗ്രന്ഥം. 1715. പിന്നെ ആത്മീയ സഭ സ്ഥാപിച്ചതും 1715 അല്ലേ? അത് കിട്ടുന്നുണ്ടല്ലോ, ഇപ്പോൾ കിട്ടുന്നില്ലേ? 1715 ആത്മീയ സഭ എന്നുള്ളിൽ ഇങ്ങനെ ഒരു മെമ്മറി വരുന്നില്ലേ? അപ്പോൾ 1715 ആത്മീയ സഭ. പിന്നെ ഏതാണ്? വേദാന്ത ഗ്രന്ഥം. 1820 നമുക്ക് ഒറ്റൊന്ന് ഇവിടെ പഠിക്കാൻ തന്നിട്ടുള്ളൂ. ഏതാണ്? 1820 അദ്ദേഹത്തിന്റെ ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതി. ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതി എപ്പോഴാണ്? 1820. പിന്നെ 1825 എന്താ? അത് വേദാന്ത കോളേജാണ് അല്ലേ? 1825 വേദാന്ത കോളേജ്. അതിന് മുമ്പ് ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ 1821 പഠിക്കാറുള്ളത്. 1821 ഏതാണ്? സംവാദ് കൗമുദിയിലെ 1821 സംവാദ് കൗമുദി. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ഇപ്പോൾ കിട്ടുന്നില്ലേ? ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി. 1822 പലരും ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ കിട്ടുന്നില്ലേ? ഈ സാധനമൊക്കെ ഇപ്പോൾ സിമ്പിളായില്ലേ? അപ്പോൾ 1821 സംവാദ് കൗമുദി. 1822 മിറാത്ത് ഉൽ അക്ബർ. ഓക്കെ, മിറാത്ത് ഉൽ അക്ബർ എന്ന പത്രം 1822. ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോൾ അത് രണ്ടും കിട്ടി. പേർഷ്യൻ ഭാഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പിന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെന്താണ്? ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ആരാണ് അദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത്? ആരാന്ന് ചോദിച്ചാൽ അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം എങ്ങോട്ട് പോയത്? ഇംഗ്ലണ്ടിലോട്ട് പോയത് കേട്ടോ. ഇംഗ്ലണ്ടിലോട്ട് പോയത് അക്ബർ ഷാ രണ്ടാമന്റെ പ്രതിനിധിയായിട്ടാണ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പോയിന്റാണ് പഠിക്കാനുള്ളത്? ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന ഒരു നാടകം അല്ലേ? വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആരാന്ന് ചോദിക്കൂലേ? വജ്രസൂചി. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം വിവർത്തനം ചെയ്ത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചത് ആരാണ്? അത് നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, പിന്നെയുണ്ട് വജ്രസൂചി മാത്രമല്ല, സോറി ഇപ്പോൾ എഴുതിയാൽ ശരിയാവില്ല, ഇതെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് ആരാണ്? അതും രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായം അദ്ദേഹം ജാതി സമ്പ്രദായത്തെ നല്ല രീതിയിൽ എതിർത്തിട്ടുണ്ട്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചത് ആരാണ്? അതും രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ സതി നിർത്തലാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ലേ? സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്ന് ചോദിച്ചാൽ സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. 1829 ഡിസംബർ 4 എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ഡിസംബർ 4 1829 ഡിസംബർ 4 വില്യം ബെൻഡിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചത് 1829 ഡിസംബർ 4 അപ്പോൾ ആ ഒരു വർഷം കിട്ടിയല്ലോ. അപ്പോൾ 1805 എന്താ? 1805 ഏതോ കൃതി ഉണ്ടല്ലോ, ഏതാണ്? തുഹ്ഫത്തുൽ മുവാഹിദീൻ. പിന്നെ 1815 1815 ഒന്ന് ആത്മീയ സഭ സ്ഥാപിച്ചു. പിന്നെ ഒരു കൃതിയുണ്ട് അല്ലേ? വേദാന്ത ഗ്രന്ഥം 1815. പിന്നെ 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് 1817. 1820 അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട് ജീസസിന്റെ കൽപ്പനകൾ 1820. 1821 സംവാദ് കൗമുദി പത്രം 1821 മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലല്ലേ? 1822 മിറാത്തുൽ അക്ബർ. 1825
വേദാന്ത കോളേജ് സ്ഥാപിച്ചത് 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. പിന്നെ 1829 അല്ല 1828 പ്രധാനപ്പെട്ട ഒന്നുണ്ടല്ലോ ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അതാണ് കേട്ടോ ഇവിടെ ഇന്ന് ഡേറ്റ് പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20 പിന്നെ 1829 ഡിസംബർ 4 സതി നിർത്തലാക്കിക്കൊണ്ട് വില്യം ബെൻഡിക് പ്രഭുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പൊ സതി നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. ഓക്കെ, വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിർത്തലാക്കിയത്. ഓക്കെ, 1829 ഡിസംബർ 4. പിന്നെ നമ്മൾ 1830 ബ്രഹ്മസമാജമായിട്ട് മാറിയതെന്ന് പഠിച്ചു. പിന്നെ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ സ്ഥാപിച്ചതും 1830 നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇന്ന് ക്ലിയർ ആയല്ലോ. വജ്രസൂചി മറക്കരുത്, വജ്രസൂചി. ഇങ്ങനെയാണ് ചോദ്യം വരിക. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ആരാന്ന് വെച്ചാൽ രാജാറാം മോഹൻ റോയ്. പിന്നെ ഏതാണ് സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാരാ? നമുക്കൊന്ന് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യ ഈ ഇന്ത്യയിലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശേഷിപ്പിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ എന്താണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ആദ്യം ഇംഗ്ലണ്ട് സന്ദർശിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി. അതിൽ റിക്കവറി മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇതൊക്കെയാണ് രാജാറാം മോഹൻ റോയെ പറ്റി പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഒരു പോയിന്റും കൂടി വേണമെങ്കിൽ എഴുതി വെച്ചോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ രാജാറാം മോഹൻ റോയെ ബന്ധപ്പെടുത്തി ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ വർഷങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം. എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1772 മെയ് 22. പിന്നെ എപ്പോഴാണ്? 1805 അദ്ദേഹത്തിൻ്റെ ഏതോ കൃതിയുണ്ട് തൊഹഫത്തുൽ മുവാഹിദീൻ. 1815 എന്താ? വേദാന്ത ഗ്രന്ഥം 1815. 1817 ഏതാണ്? ഹിന്ദു കോളേജ്, കൊൽക്കത്തയിലാണ് ഹിന്ദു കോളേജ്. പിന്നെ 1820 ഏതാണ്? ജീസസിന്റെ കൽപ്പനകൾ. പിന്നെ 1821 ചത്തു. 1821 ഏതാണ്? സംവാദ കൗമുദി പത്രം ബംഗാളി ഭാഷയിലാണ്. 1822 എന്താ? 1822 എന്താണ്? മിറാത്തുൽ അക്ബർ, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ. 1825 വേദാന്ത കോളേജ്. 1828 ബ്രഹ്മസമാജം. പിന്നെ 1829 ഏതാ? ഡിസംബർ 4. ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. ഡിസംബർ 4 സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. 1830 എന്താണ്? 1830 ബ്രഹ്മസമാജമായിട്ട് മാറി കേട്ടോ. ബ്രഹ്മസമാജമായിട്ട് മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1830. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സെറ്റായാലോ? ഇതുവരെയുള്ള കാര്യങ്ങൾ സെറ്റല്ലേ? ഓക്കെ, 1830 ബ്രഹ്മസമാജമായിട്ട് മാറിയത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ചത്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയൻ ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ഇംഗ്ലണ്ട് ആരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പോയത്? അക്ബർ ഷാ രണ്ടാമൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പോയത് അല്ലേ? ഇംഗ്ലണ്ടിലേക്ക് പോയത് ആരുടെ പ്രതിനിധിയായിട്ടാണെന്ന് ചിലപ്പോൾ ചോദ്യം വരും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നും ചോദ്യം വരും. ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ് കേട്ടോ. അക്ബർ ഷാ രണ്ടാമനാണ്. ഒരു മിനിറ്റ് വരും. പിന്നെ ഇന്ന് നമുക്ക് ഇത്ര കാര്യങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ബാക്കി ഇനിയുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ തുടരാം. ഒരു സ്ഥലം വരെ പോകാണ്ട്. അപ്പോൾ ഞാൻ വേഗം ധൃതിയിൽ വന്ന് ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഇത്ര പോയിന്റ്സ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. രാജാറാം മോഹൻ റോയെ ബന്ധപ്പെടുത്തി ഇത്ര പോയിന്റ്സ് എന്തായാലും സെറ്റാക്കി വെക്കുക. ഞാൻ ഒരു വട്ടം കൂടി വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. കാരണം ഇന്ന് വളരെ കുറച്ച് ക്ലാസ്സുള്ളൂ തോന്നുന്നു. കുറച്ച് സമയം എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? 1772 അല്ലേ? 1772 വർഷങ്ങൾ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ചില വർഷങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞു തരണേ. 1817 എന്താ? ഇമ്പോർട്ടൻ്റ് അല്ലേ? 1817 അല്ലേ? കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് 1817. പിന്നെ
അപ്പോൾ 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 കേട്ടോ. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828. ഈ ബ്രഹ്മസഭയായിരുന്നു അത് ആദ്യം. ബ്രഹ്മസഭ ബ്രഹ്മസമാജമായിട്ട് മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ 1830. പിന്നെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. അത് പ്രത്യേകം പഠിച്ചു നോക്കണം. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയൻ ആരാണെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഓക്കെ. പിന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, അത് രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോറാണ്. എപ്പോഴാണ് ബ്രഹ്മസമാജം സ്ഥാപിതമായത്? 1828. പിന്നെ തുഹഫത്തുൽ മുവാഹിദീൻ ആരുടെ കൃതിയാണ്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം 1805 രാജാറാം മോഹൻ റോയ് രചിച്ചതാണ്. പിന്നെ ജീസസിന്റെ കൽപ്പനകൾ ആരുടെയാണ്? 1820 അദ്ദേഹം ജനിച്ചതാണ് അല്ലേ. അദ്ദേഹം രചിച്ചതാണ് 1820 ജീസസിന്റെ കൽപ്പനകൾ. 1815 വേദാന്ത ഗ്രന്ഥം. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1825. പിന്നെ 1830 കേട്ടോ. 1830 എന്ത് സ്ഥാപിച്ചത്? 1830 എന്തുണ്ടല്ലോ, ഇന്ത്യൻ മിഷനറി സ്കൂൾ. ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ സ്ഥാപിച്ച എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1830. ഇന്ന് നമ്മൾ പഠിച്ച ഇത്ര പോയിന്റ്സ് നിങ്ങളൊന്ന് പെർഫെക്റ്റ് ആക്കി വെക്കണേ. സോറി കേട്ടോ, പെട്ടെന്ന് നിർത്തിയതിൽ ക്ഷമിക്കണം. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ് ഇതിൻ്റെ ബാക്കി പോയിന്റ്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും വരാം. അപ്പോൾ ഇന്ന് പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ പ്രതികരണം അറിഞ്ഞാലേ എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്. നല്ല നല്ല കമൻറ്റുകൾ ഇടുക. ഓരോ കമൻറ്റുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള ക്ലാസ് അല്ല, മുഴുവനായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹായ്. നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക.